വളരെയധികം സ്നേഹവും ആദരവും ബഹുമാനവും നിറഞ്ഞ വന്യരായ സയ്യിദ് അവറുകളെ, പ്രിയപ്പെട്ട ജമാഅത്ത് ഖത്തീബ് ഉസ്താദ് സഖാഫി അവറുകളെ, കല്ലേരി മഹത്തായ ദർസിന്റെ മുദർരിസ് അനസ് അസ്ഹരി ഉസ്താദ് അവറുകളെ, ജമാഅത്തിന്റെ ആദരണീയരായ അധ്യക്ഷൻ അബൂബക്കർ സിദ്ദീഖ്, സദർ ഉസ്താദ്, ബഹുമാനപ്പെട്ട അഹ്സനി ഉസ്താദ്, മറ്റു മദ്രസ അധ്യാപകന്മാർ, വേദിയിലുള്ള നേതാക്കൾ, പണ്ഡിതന്മാർ, മുഅ്മിനുകൾ, മുഅ്മിനാത്തുകൾ, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമം സ്വർഗ്ഗത്തിലേക്ക് എത്താനും നമ്മുടെ പാപങ്ങൾ പൊറുത്തു കിട്ടാനും നല്ലവരായി ജീവിക്കാനും നല്ലവരായി മരിക്കാനും കാരണമാകുന്ന ഒരു സംഗമമായി, ഒരു കൂട്ടായ്മയായി, ഒരു മജ്ലിസായി നമ്മുടെ മജ്ലിസ് അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഈ മജ്ലിസ് കാരണമായി അല്ലാഹു നമ്മുടെ ഇഹവും പരവുമായ എല്ലാ വിഷമങ്ങളും അല്ലാഹു തീർത്ത് സന്തോഷവും റാഹത്തും സലാമത്തും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. സുദീർഘമായി പ്രസംഗിക്കാനല്ല ഞാൻ നിന്നത്. എന്റെ കർത്തവ്യം, എന്നിൽ അർപ്പിതമായ സ്വാഗതം മാത്രമാണ്, സ്വാഗതം പറയുക എന്ന ഉത്തരവാദിത്തം മാത്രമാണ്. അത് ഈ സമയത്ത് നിർവഹിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ സ്റ്റേജിലെത്തി, സിയാറത്തെല്ലാം കഴിഞ്ഞു, വഅദിന്റെ ഉസ്താദ് എത്താറായി. ദൂരെ ധാരാളം ആളുകൾ നമ്മുടെ ആ കാണുന്ന അങ്ങാടിന്റെ ആ ഭാഗത്ത് കുറെ മുഅ്മിനുകൾ, ഔലിയാക്കളുടെയും ഈ സദസ്സിന്റെയും ഹുർമത്ത് പാലിക്കാനും ബർക്കത്തെടുക്കാനും വന്നവരാണ് നിങ്ങൾ. അല്പസമയമെങ്കിലും ഈ സദസ്സിൽ കയറി ആ ഒരു ബർക്കത്ത് നേടണമെന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ഇന്നലെ ബഹുമാനപ്പെട്ട അസ്ഹരി സഖാഫി ഉസ്താദ് അവറുകൾ കുറെ കാര്യങ്ങൾ ഔലിയാക്കളെ സംബന്ധിച്ച്, അദ്ദേഹത്തിന്റെ വിഷയം അത് തന്നെയായിരുന്നു, കുറെ കാര്യങ്ങൾ നമ്മെ ഉണർത്തിയിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട ഉസ്താദുൽ അസാത്തിദ് മഞ്ഞനാടി ഉസ്താദും കുറെ സംഘവും ബഗ്ദാദിലേക്ക് യാത്ര തിരിച്ച ബഹുമാനപ്പെട്ട ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി പുറപ്പെട്ട കഥ ദീർഘമായി പറഞ്ഞു. കുറെ കാലം ബൊംബായിൽ അവർ കുടുങ്ങിയതും അവസാനം കുത്തിബെത്തി കഴിച്ചതും ലോഡ്ജിൽ, അതിനുശേഷം ബഹുമാനപ്പെട്ട മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു തആല അൻഹു നിങ്ങളുടെ തർത്തീബ് തെറ്റിട്ടുണ്ട്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ബഗ്ദാദിലേക്ക് എത്താൻ കഴിയാത്തത് എന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്തു. അതെന്താണ് പറഞ്ഞത്? ഇന്ത്യയിലുള്ള ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഹിന്ദ് ഖാജ മുഈനുദ്ദീൻ ജിസ്തിൽ അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളവറുകളെ ആ മഹാനുമാവരെ മറന്നുകൊണ്ട് ആ അജ്മീരിലേക്ക് പോകാതെ എന്റെ അല്ലെങ്കിൽ ബഗ്ദാദിലേക്ക് നിങ്ങൾ യാത്ര തിരിച്ചത് അത് തർത്തീബുള്ള യാത്രയല്ല, അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് മുടക്കം ലഭിച്ചത് എന്ന് പറയുകയും അജ്മീരിലേക്ക് പോയി ബഗ്ദാദിന് വേണ്ടി ശ്രമിക്കാൻ പറയുകയും ചെയ്ത ആ സ്വപ്നത്തിലൂടെ പറഞ്ഞ ആ കഥ ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ നമ്മെ ബോധ്യപ്പെടുത്തി. ഈ സമയത്ത് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, നമ്മുടെ പരിസരത്തുള്ള എല്ലാ മുഅ്മിനുകളും, ആണുങ്ങളും പെണ്ണുങ്ങളും,
ഓർമ്മിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ മുറ്റത്ത് പൂവുണ്ടാകുമ്പോൾ ബഹുമാനപ്പെട്ട അല്ലാഹുവിന്റെ ആരിഫീങ്ങളായ ഔലിയാക്കൾ വളരെ കഷ്ടപ്പെട്ട് വേദനകൾ സഹിച്ചുകൊണ്ട് നമ്മുടെ ഈ മഹത്തായ ഈ നാട്ടിൽ ഈ ദർബാറിൽ അന്തി ഉറങ്ങുന്ന ബഹുമാനപ്പെട്ട മഹാനുഭാവർ അല്ലെങ്കിൽ ഔലിയാക്കൾ, ആ മഹാന്മാർ ഇവരുടെ കാലിനടിയിൽ വരാതെ നാം എവിടെ പോയിട്ടും കാര്യമില്ല. അടുത്ത നമ്മുടെ നാട്ടുകാരായ നാം, ഈ ജമാഅത്തുകാരായ നാം ആദ്യം ഒരു ഫാത്തിഹ ഓതേണ്ടതും ആദ്യം സിയാറത്ത് ചെയ്യേണ്ടതും നമ്മുടെ മഹത്തായ ഈ ദർബാറിലേക്ക് എത്തിയിട്ടാണ്. ഇവരെ വിസ്മരിച്ചുകൊണ്ട്, ഇവരെ അവഗണിച്ചുകൊണ്ട് നാം എത്ര വരെ യാത്ര പോയാലും, ബഗ്ദാദിലേക്കല്ല, അജ്മീരിലേക്കല്ല, ലോകത്തിലെ ഏത് ദർബാറിലേക്ക് പോയാലും അതിന് നമുക്ക് ഉത്തരം ലഭിക്കുകയില്ല എന്ന ആ ഒരു എല്ലാ നിലക്കുള്ള സാക്ഷികൾ നിർത്തിക്കൊണ്ട് ബഹുമാനപ്പെട്ട ഉസ്താദ് അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ട മുഅ്മിനുകളെ, നമ്മുടെ നാട്ടിൽ ഉറൂസ് നടക്കുമ്പോൾ ഇത് നമ്മുടെ നാട്ടുകാർ സാദാത്തങ്ങൾ ഓർമ്മപ്പെടുത്തതുപോലെ ഈ നാട്ടുകാരായ ഈ ജമാഅത്തുകാരായ നാം ഈ ഉറൂസിന് വേണ്ടി അതല്ലെങ്കിൽ സിയാറത്തിന്റെ ഒരു സൗകര്യം വർഷത്തിലൊരിക്കൽ സംഘടിപ്പിച്ചുകൊണ്ട് അന്യ നാട്ടുകാരെ നോട്ടീസിലും വാട്സപ്പിലും അനൗൺസ് ആക്കിയിട്ടും അവരെ വിളിച്ചു വരുത്തി പ്രിയപ്പെട്ടവരെ അവർക്ക് സിയാറത്താക്കാൻ വേണ്ടിയും ഇവിടെ കൂടാൻ വേണ്ടിയുള്ള എല്ലാ ഒത്താശകളും നാം ചെയ്തു കൊടുക്കുമ്പോൾ അത് വിളിച്ച പുറക്കാരായ നാം നമ്മുടെ ഈ മഹല്ലിൽ നടക്കുന്ന കാര്യത്തിലേക്ക്, ആ പരിപാടിയിലേക്ക് നാം ഇല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ ഇതിനാണ് എന്താണ് അർത്ഥമുള്ളത്? അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനുകൾ, ദൂരെയുള്ള എല്ലാവരും ബഹുമാനപ്പെട്ട തങ്ങളവർകൾ പെട്ടെന്ന് പോകാറുണ്ട്. അല്പസമയം പ്രസംഗിക്കുകയും പിന്നെ ദ്വാരന് തങ്ങൾ പോകും. ആ സമയത്ത് ബഹുമാനപ്പെട്ട ഉസ്താദ്, വാദിന്റെ ഉസ്താദ് നമ്മുടെ സദസ്സിലേക്ക് കടന്നു വരും. അതുവരെ നിങ്ങൾ അതിനു വേണ്ടി നാട്ടുകാരായ നിങ്ങൾ എല്ലാവരെയും, ചെറിയവരെയും വലിയവരെയും എല്ലാവരെയും സദസ്സിലേക്ക് ക്ഷണിച്ചുകൊണ്ട് എന്റെ കർത്തവ്യത്തേക്ക് ഞാൻ കടക്കുകയാണ്. ഈ മഹത്തായ പരിപാടിയിൽ അധ്യക്ഷം വഹിക്കുന്നത് നമ്മുടെ ജമാഅത്ത് അധ്യക്ഷനായ ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് അവറുകളാണ്. അവരുകളെ ഞാൻ ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഈ മഹത്തായ പരിപാടിയിൽ നമുക്ക് ഉപദേശ നിർദ്ദേശങ്ങൾ നൽകാനും നമ്മെ ആശീർവദിക്കാനും ഇവിടെ എത്തിയ ബഹുമാനപ്പെട്ട നമ്മുടെ അടുത്ത മഹല്ലിന്റെ ഖതീബും മുദർരിസുമായ ബഹുമാനപ്പെട്ട മുഹ്സിൻ സയ്യിദ് അലവി തങ്ങൾ കല്ലേരി മുദർരിസ് നമുക്ക് എല്ലാവർക്കും ചിരപരിചിതമാണ്. നമ്മുടെ അഭയ കേന്ദ്രമാണ്. നമ്മുടെ ദീനും ദുനിയാവുമായ എന്തെങ്കിലും കാര്യത്തിന് നമുക്ക് സങ്കടം വന്നപ്പോൾ നാം ആദ്യം ഓടിയെത്തുന്ന ഒരു താണമാണ് ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ. പ്രിയപ്പെട്ടവരെ, തങ്ങളവറുകൾ വളരെ മൃദു സ്വഭാവിയാണ്. ആർക്കും എന്ത് വിഷമങ്ങളും പറഞ്ഞാലും അത് മുഴുവനും കേട്ട് അതിന് പരിഹാരം നൽകുന്നൊരു തങ്ങളാണ്. മാത്രമല്ല, ഒരിക്കൽ കണ്ടാൽ പിന്നെ അവരെ വിളിച്ച് സംസാരിക്കുന്ന ഒരു സ്വഭാവം, അത്രയും നല്ല സ്വഭാവത്തിന്റെ ഉടമയായ തങ്ങളവറുകൾ നമ്മുടെ ഈ അടുത്ത ഈ മഹല്ലിലുള്ളത് ഈ തുർക്കൽക്കാരായ നമുക്കും നമ്മുടെ ഈ പരിസര പ്രദേശക്കാരായ എല്ലാ മുഅ്മിനീങ്ങൾക്കും വലിയൊരു ഭാഗ്യമാണ്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ നമുക്ക് ദുആ ഇറക്കുന്ന സമയത്ത് എല്ലാവരും എന്നെത്തുക. ബഹുമാനപ്പെട്ട തങ്ങളവറുകൾക്ക് ഈ ജമാഅത്തിന്റെയും ഇവിടുത്തെ എല്ലാ സംഘടനകൾക്ക് വേണ്ടിയും ബഹുമാനപ്പെട്ട ഉസ്താദ് തങ്ങളവറുകൾക്ക് ഞാൻ ആദരമായ സ്വാഗതം അരുളുകയാണ്. അതുപോലെ തന്നെ വേദിയിലുള്ള നമ്മുടെ ജമാഅത്തിന്റെ ഖതീബ് ഉസ്താദ്, സഖാഫി ഉസ്താദ്, ബഹുമാനപ്പെട്ട ഉസ്താദ് അവർക്കും ബഹുമാനപ്പെട്ട കല്ലേരി മുദർരിസ് അനസ് അസ്ഹരി ഉസ്താദ് അവർക്കും മറ്റു സദൂർ ഉസ്താദ് അവർക്കും മറ്റു കരിങ്കിതോടി മദനി ഉസ്താദും മറ്റ് ഇവിടെ വന്ന് സ്റ്റേജിലും അല്ലാതെയുമുള്ള എല്ലാ മുഅ്മിൻ മുഅ്മിനാത്തുകൾക്കും ഒറ്റവാക്കിൽ സ്വാഗതം പറഞ്ഞുകൊണ്ട് ഈ മഹത്തായ പരിപാടിയിൽ നമുക്ക് പ്രാസ്താവികമായി 1-2 വിഷയങ്ങൾ നമ്മെ ഉത്ബോധനം ചെയ്യാൻ വേണ്ടി സ്ഥലം ഖതീബ് അവരെ ക്ഷണിച്ച് ഞാൻ നിർത്തുകയാണ്. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.